നമ്മൾ കാരണം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാവുന്ന ആൾക്കാരുടെ പൊതു സ്വഭാവം മറ്റുമാണ് നമ്മളിങ്ങനെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവം മറ്റ് വിവരങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ ആത്മാഭിമാനമുള്ളവരും സ്ഥിര പ്രയത്നശീലരും സൽ സ്വഭാവികളുമായിരിക്കും. അതുപോലെ ദാനധർമ്മങ്ങളിൽ താല്പര്യമുണ്ടാകും. പ്രാർത്ഥനാ കാര്യങ്ങളിൽ നിഷ്ഠകളുണ്ടാവും. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ സംസാരിക്കുന്ന പ്രകൃതക്കാരായിരിക്കും. ഇവരുടെ വാക്കുകളിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പം അവര് അങ്ങനെ സ്വാധീനിച്ച് അവർ പറയണ പോലെ ഇവർ കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കും. മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ നല്ല താല്പര്യമാവും. അവരെ സഹായിക്കും. സാമ്പത്തികമായിട്ടും മറ്റൊരു രീതിയിലൊക്കെ അവരെ കൊണ്ടാവണ പോലുള്ള സഹായങ്ങൾ അവരങ്ങനെ ചെയ്യും. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഇവർക്കൊരു സഹായവും കിട്ടിയില്ല. വിരോധം മാത്രമായിരിക്കും കിട്ടുന്നത്. സ്വാഭാവികമാണ്, അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ആരെയും അതിരുവിട്ട് സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം, ശ്രദ്ധിച്ചു വേണം. അല്ലെങ്കിൽ എന്തു പറ്റും? പറ്റിക്കപ്പെടും. നമ്മളെ പറ്റിച്ച് ഫൈനാൻഷ്യലായിട്ടും മറ്റുള്ള രീതിയിലും പറ്റിച്ച് കാശ് മേടിക്കാനൊക്കെ ഉള്ള ശ്രമം ഉണ്ടാകും. അങ്ങനെ അന്ധമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അപ്പം അത് സൂക്ഷിക്കണം. പുരുഷന്മാരെക്കാൾ സ്ത്രീകളായിരിക്കും ഇവരുടെ കൂടുതൽ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ കൂടുതൽ സ്ത്രീകളായിരിക്കും. പ്രേമവിവാഹം ചിലരിൽ കണ്ടുവരുന്നുണ്ട്. എങ്ങനെയായാലും സ്ത്രീകളോട് അതീവ താല്പര്യമുള്ളവരായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ. മിക്കവാറും ആൾക്കാർ അങ്ങനെയായിരിക്കും. ഒന്നുകിൽ ഇവരുടെ ശരീരപ്രകൃതി വളരെ ഉയരമുള്ളത്, അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ് തടിച്ചിട്ട് ഉള്ള ശരീരപ്രകൃതിയാണ് കണ്ടുവരുന്നത്. മിക്കവാറും ആൾക്കാരിൽ കണ്ടുവരുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വളരെ സമർത്ഥരായിരിക്കും ഇവർ. എന്നിട്ട് അവരെ ഉപദേശിക്കുകയും ചെയ്യും. എന്നിട്ട് അവരുടെ വിരോധം സമ്പാദിക്കും. ഇത് ഇവരുടെ പൊതുവായിട്ടുള്ളൊരു സംഭവമാണ്. പിതാവ് നേരത്തെ നഷ്ടപ്പെടാനുള്ള യോഗം, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അനുകൂലമായ കാര്യങ്ങൾ നടപടികളൊന്നും ഉണ്ടാവില്ല പിതാവിൽ നിന്ന്. അങ്ങനെയാണ് മിക്കവാറും ആൾക്കാരിൽ ഈ രോഹിണി നക്ഷത്രക്കാരെ കണ്ടുവരുന്നത്. ഇവരിൽ ചിലർ വിദേശവാസവും യാത്രയിൽ താല്പര്യവും കാണിക്കും. നാട്ടിൽ താമസിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല അവർക്ക്. നാടിനോട് അത്ര വലിയ ഇതൊന്നുമില്ല. നാട്ടിൽ താമസിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഇവർക്ക് മിക്കവരിലും ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവും. വിശ്വാസവഞ്ചന, സത്യസന്ധത ഇല്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരിൽ നിന്ന് ഉണ്ടാവില്ല. എല്ലാവരും വിശ്വാസം ഉണ്ടാവും എല്ലാവരും. അങ്ങനെയായിരിക്കും. വിശ്വാസവഞ്ചന ഒന്നും ഇവർ ചെയ്യില്ല. സ്വന്തം സഹോദരങ്ങളെയും ബന്ധുക്കളെയും അപേക്ഷിച്ച് ഉന്നത നിലയിലായിരിക്കും ഇവരുടെ താമസവും സാമ്പത്തികവും എല്ലാം. അതുപോലെ തന്നെ ഈ അച്ഛനേക്കാൾ കൂടുതൽ അമ്മയോടായിരിക്കും ഇവർക്ക് അടുപ്പം കൂടുതൽ. അച്ഛനേക്കാളും സൗമ്യ പ്രകൃതിക്കാരായിരിക്കും. ഇവരുടെ പ്രകൃതം സൗമ്യമായിരിക്കും. എല്ലാവരോടും സൗമ്യമായിട്ട് അവർ പെരുമാറുള്ളൂ. മറ്റുള്ളവരുടെ അത്ര അടുപ്പം കാണിക്കാൻ ഇവർക്ക് സാധിക്കില്ല. പെട്ടെന്ന് സാധ്യത കുറവാണ് അടുപ്പം കാണിക്കാൻ. ലുപ്ത സ്വഭാവം, വിശുക്കന്മാരായിരിക്കും മിക്കവാറും ആൾക്കാർ. മറ്റുള്ളവരുടെ നല്ല പെരുമാറ്റം ഇവരിൽ നിന്ന് ഉണ്ടാവും. അകത്തൊന്ന് പുറത്തൊന്ന് ഇങ്ങനെയായിരിക്കും ഇവരുടെ രീതി. സംസാരത്തിലും മറ്റതൊക്കെ അകത്തൊരു രീതിയിലായിരിക്കും, പുറത്തൊരു രീതിയിലായിരിക്കും. കുടുംബജീവിതം ശോഭനമായിരിക്കും. ഭാര്യമാർ ഇവരുടെ ഹിതമനുസരിച്ച് പെരുമാറും. പിന്നെ രോഹിണി നക്ഷത്ര സ്ത്രീകള് ശരീര സൗന്ദര്യമുള്ളവരായിരിക്കും. പുരുഷനെ ആകർഷിക്കാൻ തക്ക സൗന്ദര്യം ഇവർക്ക് എല്ലാവരിലും ഉണ്ടാവും. പെരുമാറ്റ രീതി ഇവരുടെ കുടുംബജീവിതം ഭദ്രമാക്കും, ശോഭനമാക്കും. പുത്രഭാഗ്യം കുറവായിരിക്കും. എന്നാൽ സ്ത്രീ സന്താനങ്ങൾ കൂടുതലായിരിക്കും ഇവർക്ക്. സമ്പൽ സമൃദ്ധി ഇവരിൽ ഭൂരിഭാഗം പേരിലും കാണുന്നുണ്ട്. ആഡംബരപ്രിയരായിരിക്കും. കലാരംഗത്ത് ഇവർ ഉയർന്ന നിലയിലെത്തും പ്രോത്സാഹിപ്പിച്ചാൽ.
ലജ്ജാവതികളാണ് കൂടുതൽ രോഹിണി നക്ഷത്ര സ്ത്രീകൾ. ചിലർക്ക് ലൈംഗിക താല്പര്യം കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. മിക്കവാറും പേർ ക്ഷമാശീലരായിരിക്കും, മനഃശക്തി ഉള്ളവരായിരിക്കും, പുരുഷനെ എന്നും മാനിക്കുന്നവരായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് തൊണ്ടയിൽ അസുഖം, അതുപോലെ തുടരെ ഉണ്ടാകുന്ന ചുമ, ആർത്തവ ക്രമക്കേട്, ശരീരത്തിൽ നീര്, അതുപോലെ തന്നെ ഒടുവ്, ചതവ്, ഇതൊക്കെ മിക്കവാറും എപ്പോഴുമൊക്കെ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പ്രമേഹം, മൂത്രാശയ രോഗം, ഇതൊക്കെ വരാൻ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സ്ത്രീകൾക്ക്. ഇതൊക്കെയാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ പൊതു സ്വഭാവവും മറ്റു കാര്യങ്ങളും. ഇതേപോലെ വളരെ ചുരുക്കി നമ്മൾ പറയണതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ ചുരുക്കിയാണ് ഈ പ്രതിപാദിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.